ഹായ് ഗൈസ്. ഹായ് ചീഫ്. ചീഫ്, ആരെങ്കിലും ഇടിച്ച് താഴെ ഇടാൻ തോന്നുന്നു. അതിനല്ലേ ഞങ്ങളും വന്നിരിക്കുന്നത്. DGയോട് ഒരാഴ്ച സമയം വാങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ കേസ് സോൾവ് ചെയ്യണം. ഒരു സ്കോർപ്പിയോ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ, അല്ലാതെ വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. മോട്ടീവ്? ശിവാനന്ദൻ ഡോക്ടർ MA പോലെ സൊസൈറ്റിക്ക് നന്മ ചെയ്യുന്ന ആളാണെന്ന നിഗമനത്തിലെത്തിയാൽ പോലും അടുത്തതായി അവൻ കൊലപ്പെടുത്താൻ പോകുന്നത് ഒരു ലോയർ. അവിടെയാണ് ലോജിക്ക് പൊളിയുന്നത്. എന്താ? ലോയേഴ്സിൽ സത്യസന്ധന്മാരുണ്ടാകാനുള്ള ചാൻസേ ഇല്ല. എല്ലായിടത്തും നല്ല ആൾക്കാരുണ്ടാവും അവിടെ. ജോ, പോലീസ് നമ്മളില്ലേ? ചീഫ്, ഞാൻ കുറച്ച് വെയിറ്റ്സ് നോക്കാം. ഓക്കെ, കം. ഇതെന്താ കുറച്ച് സ്ട്രോങ് പഞ്ചാണ് പ്രതീക്ഷിച്ചത്. ഇത് വളരെ വീക്കാണല്ലോ. ശിവാനന്ദന് കാളയുടെ മുഖംമൂടി, ഡോക്ടർ MAക്ക് സിംഹത്തിന്റെ മുഖംമൂടി. അതുകൊണ്ട് അവൻ എന്താ ഉദ്ദേശിച്ചത്? അതിലൊക്കെ എന്തിരിക്കുന്നു? ഇവിടെ എടുത്തിട്ട് ടാറ്റു കണ്ടോ? എന്താ ജോ, ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? ഇംഗ്ലീഷ് പടം കാണുന്ന പെണ്ണുങ്ങള് ഇമാതിരി പല കോപ്രായും കാണിക്കും. ഇത് സോഡിയം സൈനാ. ഇറ്റ്സ് വർത്ത്. എന്താണ് ഈ ചെയ്തത്? മേരി വെയിറ്റ്. ശിവാനന്ദിന്റെ മേർഡറിന് മുമ്പ് നമുക്ക് കിട്ടിയ പാവയ്ക്ക് വെച്ചിരുന്നത് ആടിന്റെ മുഖം മൂടിയാണ്. വാട്ട് ഈസ് ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത്? 26 March. Then sun sign is Aries. So ആടിന്റെ മുഖംമൂടി. ഡോക്ടർ രമ്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത്? 18th May 1971. അപ്പോ ടോറസ്, കാളയുടെ മുഖംമൂടി. യെസ്. മാർച്ച് മാസത്തിൽ ജനിച്ച ആക്ടിവിസ്റ്റിനെയും മെയ് മാസത്തിൽ ജനിച്ച ഡോക്ടറിനെയും കൊലപ്പെടുത്തുമ്പോൾ അവൻ നമുക്കൊരു ക്ലൂ തന്നതാണ്. അപ്പോ സിംഗം എന്ന് പറഞ്ഞാൽ ലിയോ. ജനിച്ച മാസം ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി അവൻ കൊല ചെയ്യാൻ പോകുന്നത് ആ മാസങ്ങളിൽ ജനിച്ചൊരു ലോയറായിരിക്കും. വേറൊരു കാര്യം ചീഫ്, അവൻ കൊല ചെയ്ത് എല്ലാവരെയും തൂക്കിക്കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ് എല്ലാവരെയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ശിവാനന്ദനെ ഷൂട്ട് ചെയ്തത് 4 തവണ, ഡോക്ടർ MA ഷൂട്ട് ചെയ്തത് 3 തവണ. സോ എനിക്ക് തോന്നുന്നത് അവൻ 4 പേരെ കൊല്ലാനായി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ്. ഡോക്ടർ ശിവാനന്ദന് 4 ബുള്ളറ്റ്, ഡോക്ടർ MAക്ക് 3 ബുള്ളറ്റ്, അടുത്ത കൊല ചെയ്യപ്പെടുന്ന ആൾക്ക് 2 ബുള്ളറ്റ്. ഇതായിരിക്കും പ്ലാൻ. പക്ഷെ ആ 4 ഡിജിറ്റ് കോഡ് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആലോചിക്കണം. നമ്മൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമെന്ന് അവൻ ചിന്തിക്കും. സോ വി നീഡ് ടു ബി ഫാസ്റ്റർ ദാൻ ഹിം. വല്ലതും കഴിക്കുന്നതിനിടയിൽ ട്വീറ്റ് ചെയ്യണോ? വേഗം കഴിക്കടാ. മാഡം, വെയിറ്റിംഗ് ഫോർ ദ ഡെസേർട്ട്. ഓഹോ, നിങ്ങളുടെ സ്റ്റൈലിൽ 1 തൊട്ട് 100 വരെ സമാധാനമായിട്ട് എണ്ണിക്കും. കൊണ്ടുവരാം. ഞാൻ പറയുന്നതിനെ തിരിച്ചു പറയാണോ? മരുഭൂമി ആയാലും ഡെസേർട്ട്, സ്വീറ്റ് ആയാലും ഡെസേർട്ടോ? മരുഭൂമിയുടെ ഡിസൈഡിന് സിംഗിൾസ്, സ്വീറ്റ് ഡിസൈഡിന് ഡബിൾസ്. അങ്ങനെയാ? ഓ, എനിക്കത് ഇതുവരെ അറിയില്ലായിരുന്നല്ലോ. മണ്ടിയായ അമ്മ, മണ്ടിയായ ഭാര്യ. എന്താ ചിരിക്കുന്നത്? നിങ്ങൾക്കറിയായിരുന്നോ? അറിയാം, എന്റെ അമ്മ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. ഓ, മതിയാക്ക്. ഒരു കുടുംബ മഹാത്മ്യം. ഇവൻ പറയുന്നത് കേട്ട് പറഞ്ഞല്ലേ. നിന്റെ കെട്ടിയവനെ വിശ്വസിക്കടി. ഇന്നലെ എനിക്കൊരു SMS അയച്ചായിരുന്നു. പ്ലീസ് മേക്ക് കസ്റ്റർഡ് ഐസ്ക്രീം ഫോർ ഡെസേർട്ട് എന്ന്. അതിലൊരു എസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലല്ലോ, എന്റെ ഫോൺ എന്നിട്ട് പറയും. പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. ഇന്നലെ ഓഫീസിലെ പ്രോജക്ട് മാനേജർ ഞാൻ ചെയ്ത കോഡ് തെറ്റാണെന്ന് പറഞ്ഞ് തർക്കിച്ചു. അവസാനം ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. നീ നന്നായിട്ട് കണക്കൊപ്പിക്കുമെന്ന് എനിക്കറിയാം. നോക്കിക്കേ. ആ വേണ്ട സന്ദീപേ, നീ നോക്ക്. ഒരെസ്സല്ലേ ഇതിലുള്ളൂ. അതെല്ലോ, എന്റെ മാഷിന്റെ മോൻ ഒരു മരമണ്ടൻ. മണ്ടനായ അച്ഛൻ. നീ ഷുഗർ കൂടുതൽ ഇടാതിരിക്കാനോ ഒരേ മാത്രം എഴുതാ. വീണെടുത്ത് കിടന്നുള്ള നല്ല മിടുക്കം. സന്ദീപേ, നീ ഇത് കേട്ടല്ലോ? അതുകൂടി ചേച്ചി, ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെ പോകുന്നു?